ടൂറിസത്തിനും കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകി കുമളി ഗ്രാമപഞ്ചായത്തിൽ 2026-27 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു. കുമളി YMCA ഹാളിൽ നടന്ന പരിപാടി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത കൃഷിരീതികൾക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടു. ഏലം, കാപ്പി തുടങ്ങിയ തോട്ടവിളകളുടെ സംരക്ഷണത്തിനും വിപണനത്തിനും പ്രത്യേക പദ്ധതികൾ വിഭാവനം ചെയ്തു. കൂടാതെ മുട്ടഗ്രാമം, പശുഗ്രാമം പദ്ധതി ക്ഷീരമേഖലയിലും ആരോഗ്യ മേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകും. കുമളി ടൗണിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബസ് സ്റ്റാൻഡ് നവീകരണം നടത്തും. ആധുനിക രീതിയിലുള്ള ശുചിമുറിയും വിശ്രമ കേന്ദ്രവും നിർമ്മിക്കും. ഒട്ടകത്തലമേട്, ചെങ്കര, മിറാക്കിൾ മൗണ്ട് എന്നീ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ പുതിയ ടൂറിസം പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കും. വനിതകൾക്കായി ഷീലോഡ്ജ്, ഫുഡ് സ്ട്രീറ്റ്, വാക്കിംഗ് സ്ട്രീറ്റ് തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കും. കുമളിയുടെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായി അഗ്രി ടൂറിസം, ഇക്കോ ടൂറിസം പദ്ധതികൾക്ക് ഊന്നൽ നൽകും. ഹോം സ്റ്റേകൾ, ഫാം ടൂറിസം എന്നിവയിലൂടെ പ്രാദേശിക സാമ്പത്തിക വളർച്ച കൈവരിക്കുകയാണ് ലക്ഷ്യം. ക്ലീൻ കുമളി, ഗ്രീൻ കുമളി പദ്ധതിയുടെ തുടർച്ചയായി ടൂറിസം കേന്ദ്രങ്ങളിലും ടൗണിലും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉറപ്പാക്കും. കുടിവെള്ള പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമം എന്നിവയ്ക്കും പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കും. കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ ഉദ്ഘാടനം ചെയ്തു. സെമിനാറിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ മേഖലയിലെ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി.